ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ അടുത്ത റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. പലർക്കും നല്ല രീതിയിൽ കുഴപ്പിച്ചു എന്നും അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ആവറേജ് ആയി ഒക്കെ മെസ്സേജുകൾ വരുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ടെൻഷൻ നല്ല രീതിയിൽ കുറച്ചിട്ടാണെങ്കിലും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. നമ്മൾ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു സംശയവും കൂടാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ മെസ്സേജുകൾ വന്നിരുന്നു. ലിസ്റ്റുകളിൽ നിന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു സംശയവും കൂടാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ മെസ്സേജുകൾ വന്നിരുന്നു. ലിസ്റ്റുകൾ എപ്പോൾ ചോദ്യം ചോദിച്ചാലും കൺഫ്യൂഷൻ ആവുന്നതാണ്. എന്നാൽ ഈ എക്സാമിൽ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. എന്തായാലും ടെൻഷൻ നല്ല രീതിയിൽ കുറക്കാൻ പറ്റി. അങ്ങനെയാണ് ഒരുപാട് മെസ്സേജുകൾ വന്നത്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ ടെൻഷൻ നല്ല രീതിയിൽ കുറച്ച് അധികം ടെൻഷനൊന്നും അടിക്കാതെ ഫ്രീ മൈൻഡായിട്ട് തന്നെ നല്ല രീതിയിൽ കൂളായി എക്സാം എഴുതാൻ പറ്റിയെന്ന് ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു. അത് ഗ്രൂപ്പിൽ നമ്മൾ തലേദിവസം വെച്ച മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാവും. മീറ്റിങ്ങിൽ നമ്മൾ നല്ല രീതിയിൽ ടെൻഷൻ കുറക്കാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകൾക്കും ഈ കാര്യം എഫക്റ്റ് ആയി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓഗസ്റ്റ് 10-നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓഗസ്റ്റ് 10-ന്. ഇപ്പോൾ നമ്മൾ റിവിഷൻ സീരീസുമായി ബന്ധപ്പെട്ട റിവിഷൻ എക്സാമുകളും ഈ എക്സാമിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓഗസ്റ്റ് 10-ന് മുമ്പ് തന്നെ എങ്ങനെയും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു വരും. നമ്മുടെ ജനറൽ ബാച്ചാണ്, അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓരോ എക്സാം എടുക്കുമ്പോഴും ആ എക്സാമിന് പുഷ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബാച്ച് മുന്നോട്ട് പോകും. ഓരോ എക്സാമുകൾക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഇനി കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്, VFA വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ബേസ് തൊട്ടിട്ട് ആദ്യം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു പോകും. അപ്പോൾ ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ നമ്മളൊരു നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ബാച്ച് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. അത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ. നമ്മൾ അധികം ഒന്നും സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? പലർക്കും ചെറിയ രീതിയിലാണെങ്കിലും ഒന്ന് ഡൗട്ട് വന്ന കാര്യമാണ്. ശുദ്ധി പ്രസ്ഥാനം ആര് ആരംഭിച്ചു എന്നൊക്കെ ചോദിച്ചാൽ ചിലർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടാവും. അതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എന്നാൽ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വന്നപ്പോൾ പലർക്കും കൺഫ്യൂഷനായി. നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ പോരെ. പലർക്കും സ്വാമി ദയാനന്ദ സരസ്വതി ആണെന്ന് അറിയാം. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച ഏത് പ്രസ്ഥാനമാണ്? ഏത് പരിഷ്കരണ പ്രസ്ഥാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ എ ആര്യ സമാജമാണ്. അല്ലേ? ആര്യ സമാജമാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ചത്. അപ്പോൾ നമുക്കൊരു കുറച്ച് പ്രസ്ഥാനങ്ങളും പിന്നെ അതിൻ്റെ സ്ഥാപകരും നമുക്ക് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അതും നമുക്ക് പഠിച്ചു പോവാം. പിന്നെ ഒരു 2-3 പ്രസ്ഥാനങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടും നമുക്കൊന്ന് പഠിച്ചു പോവാം. അപ്പോൾ നമുക്ക് നോക്കാം, കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ഉത്തരം കിട്ടിയല്ലോ. ശുദ്ധി പ്രസ്ഥാനം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടിൻ്റെയും സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുമല്ലോ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ്? ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാണ് സ്വാമി ദയാനന്ദ സരസ്വതി. എപ്പോഴാണ് ആര്യ സമാജം സ്ഥാപിതമായത്? ആര്യ സമാജം സ്ഥാപിതമായ വർഷം നോക്കണ്ടേ? ആദ്യം ആര്യ സമാജത്തെ പറ്റി കുറച്ച് പോയിന്റ്സ് നോക്കാം. ആര്യ സമാജം എപ്പോഴാണ് സ്ഥാപിതമായത്? 1875-ലാണ് ആര്യ സമാജം സ്ഥാപിതമായത്. ആര്യ സമാജം സ്ഥാപിതമായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1875-ലാണ്. സ്ഥാപകൻ ആര് എന്ന് ചോദ്യം വന്നാൽ നമുക്കൊക്കെ അറിയാം. അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, എന്താണ് അതിൻ്റെ ആപ്തവാക്യം? എന്താണ് ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം? എന്താന്ന് ചോദ്യം വന്നത് എന്താണ്? ഹൈന്ദവ നവീകരണത്തിലൂടെ ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. ലോകത്തെ മഹത്തരമാക്കുക. ഓക്കെ, ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. അത് ഏതിൻ്റെ ആപ്തവാക്യമാണ്? ഏതിൻ്റെ ആപ്തവാക്യമാണ്? ആര്യ സമാജത്തിന്റെ ആപ്തവാക്യമാണ്. ഓക്കെ, ആര്യ സമാജത്തിന്റെ ആപ്തവാക്യമാണ്. എന്താണ്? ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. ചോദ്യം വരും, ചിലപ്പോൾ ഈ ആപ്തവാക്യം തരും. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. ഇത് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചിലപ്പോൾ ചോദ്യം വരും. ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആപ്തവാക്യമാണെന്നൊക്കെ ചോദ്യം വന്നാൽ ഏതാണ്? ആര്യ സമാജമാണ്. ആര്യ സമാജം രൂപീകരിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1875 സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, ഇനി അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക്
അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക്, അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം നടത്തുന്നതിനായി അല്ലെ പരിവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ഏതാണ് നമ്മൾ പഠിച്ചു? ശുദ്ധി പ്രസ്ഥാനം. ഓക്കെ, ശുദ്ധി പ്രസ്ഥാനം. അപ്പൊ ശുദ്ധി പ്രസ്ഥാനം ഹിന്ദുക്കളായി മതപരിവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആര് സ്ഥാപിച്ചതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ശുദ്ധി പ്രസ്ഥാനം. അപ്പൊ ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പരിഷ്കരണ പ്രസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ആര്യ സമാജമാണ്. ആര്യ സമാജം രൂപീകൃതമായത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1875 ആര്യ സമാജം സ്ഥാപിച്ചത്. ആര്യ സമാജം എപ്പോഴാണ്? 1875 ആര്യ സമാജം. സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി വേറൊന്നുകൂടി പഠിച്ചു വെച്ചോ. 10 തത്വങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. 10 തത്വങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതും ആര്യ സമാജമാണ്. ഓക്കെ, എന്താണ് 10 തത്വങ്ങൾ? 10 തത്വങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആര്യ സമാജം. 10 തത്വങ്ങൾ പഠിച്ചു വെച്ചോ. ഇതുപോലെ തന്നെ ചിലപ്പോൾ ചോദ്യം വരും. 10 തത്വങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആര്യ സമാജമാണ്. ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. 1875 ആര്യ സമാജം സ്ഥാപിച്ചത്. ഓക്കെ, 10 തത്വങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. ആപ്തവാക്യം എന്താണ്? ഓർമ്മയുണ്ടോ? ആപ്തവാക്യം ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ അത്ര ഓർത്തു വെച്ചാൽ മതി. ഹൈന്ദവ അല്ലേ, ഹിന്ദു മതം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം അല്ലെ. അപ്പോൾ ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്ന ആപ്തവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദ്യം വന്നാൽ ബോംബെയിലാണ്. ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദ്യം വന്നാൽ എവിടെയാണ്? ബോംബെയിലാണ് കേട്ടോ. എവിടെയാണ്? ബോംബെയിലാണ് ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത്. ആര്യ സമാജം സ്ഥാപിതമായ വർഷമാണ് 1875. മറക്കില്ലല്ലോ, 1875 ആര്യ സമാജം രൂപീകൃതമായത്. ആര്യ സമാജം എപ്പോഴാണ്? 1875. ഓക്കെ, അപ്പൊ അതുവരെ കിട്ടി. 1875 ആപ്തവാക്യം കിട്ടി. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ്. പിന്നെ ഏതാണ്? ശുദ്ധി പ്രസ്ഥാനത്തെ കുറിച്ചും നമ്മൾ പഠിച്ചു. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനം ഏതെന്ന് ചോദ്യം വന്നാലും നമുക്ക് കിട്ടണം. അത് ഏതാണ്? ശുദ്ധി പ്രസ്ഥാനമാണ്. ശുദ്ധി പ്രസ്ഥാനം. ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ ബോംബെയിലാണ്. 1875 ആര്യ സമാജം സ്ഥാപിതമായത്. ഇനി നമുക്ക് സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പഠിക്കാം. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിക്കും. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ആര് എന്നൊക്കെ ചോദ്യം വരും. അല്ലെങ്കിൽ എന്ത് വരും? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വരും. ഓക്കെ, അല്ലെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ മാത്രം കണ്ടെത്തുക. അതിലൊരു ശരി എന്താവും? ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത്. കിട്ടുമല്ലോ. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദ്യം വന്നാൽ അതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരെന്ന് ചോദ്യം വരും. ഇന്ത്യക്കാർക്ക് അതാരുടെ മുദ്രാവാക്യമാണ്? ആര് പറഞ്ഞതാണ്? ആദ്യമായിട്ട് പറഞ്ഞത് ആര് എന്ന് ചോദ്യം വന്നത് ആരാണ്? ആദ്യമായിട്ട് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്. ഓർത്തു വെക്കണം, ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര് എന്ന് ചോദ്യം വന്നാൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്. ഇതുപോലെ നമ്മൾ കേട്ട് പരിചയമുള്ള വേറെ എന്തോ അല്ലേ? ഏതാണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ബാരിസ്റ്റർ G.
GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയൽ ഏത് വർഷമായിരുന്നു? 1891 മലയാളി മെമ്മോറിയൽ അല്ലേ? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ നമുക്ക് ബന്ധപ്പെട്ട് ഈ ക്ലാസ്സിൽ എന്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ നമ്മൾ പഠിച്ചു പോകും. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി, അങ്ങനെ മൈൻഡ് വെക്കരുത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വലിയ ലോകത്തിലേക്കാണ് കടന്നിട്ടുള്ളത് PSC. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാണ്ടാവും. എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് പഠിക്കുന്നത്, അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് മാത്രമേ ചോദ്യം വരുള്ളൂ എന്ന് വിചാരിക്കരുത്. ഏത് ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്ന പോലും അറിയില്ല. അപ്പോൾ ബന്ധപ്പെട്ട എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, എന്തൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുന്നുണ്ടോ ഈ പോയിന്റ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് എക്സ്ട്രാ പറയുന്ന ഒരു പോയിന്റ് അല്ലേ, അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ആവില്ല, അങ്ങനെ വിചാരിക്കരുത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു തരുള്ളൂ. ഓക്കെ, അപ്പോൾ മലയാളി മെമ്മോറിയലിന്റെ വർഷം പഠിച്ചു വെച്ചോ. 1891 മലയാളി മെമ്മോറിയൽ. നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദ്യം വന്ന ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. അദ്ദേഹത്തെ കുറിച്ച് കുറെ പഠിക്കാണ്ടല്ലോ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദ്യം വന്ന ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. INC-യിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ്. INC-യിൽ പങ്കെടുത്ത INC-യുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി. അധ്യക്ഷനായതല്ല, പങ്കെടുത്തത്. അറിഞ്ഞു പഠിച്ചോ. ആദ്യ സമ്മേളനത്തിൽ 72 ആളുകളാണ് പങ്കെടുത്തത് അല്ലേ? അത് നമുക്കറിയാം. ആദ്യ സമ്മേളനം ബോംബെയിൽ വെച്ച് നടന്നു അല്ലേ? ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചിട്ടാണ് നടന്നത്. അവിടെ 72 ആളുകളാണ് പങ്കെടുത്തത്. അതിലൊരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ബാരിസ്റ്റർ GP പിള്ള. ഈ ബാരിസ്റ്റർ GP പിള്ളക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദ്യം വന്നാലും ബാരിസ്റ്റർ GP പിള്ള. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നാൽ അതാരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ്, മാറിപ്പോയത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാണ് ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവ മേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദ്യം വന്നാൽ അത് പഠിച്ചു വെച്ചോ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ, അങ്ങനെ ഒരു മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഏതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്ത വ്യക്തി ഈ അടുത്ത് അന്തരിച്ചു. ആളുടെ പേര് നമുക്കറിയാം. ആരാണ്? VS അച്യുതാനന്ദനാണ് അല്ലെ? VS അച്യുതാനന്ദൻ. പുന്നപ്രയിലായിരുന്നു ജനനം അല്ലെ? പുന്നപ്രയിലാണ് ജനിച്ചത്. ആരാണ്? പഠിച്ചു വെച്ചോ. VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ 1923 ഒക്ടോബർ 20 പുന്നപ്രയിൽ ജനിച്ചതാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം അന്തരിച്ചത് ഈ അടുത്തല്ലേ? എപ്പോഴാണ് അന്തരിച്ചത്? 2025 ജൂലൈ 21 ആര് അന്തരിച്ചത്? ജൂലൈ 21 VS അച്യുതാനന്ദൻ അന്തരിച്ചത്. തൻ്റെ 101ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അദ്ദേഹത്തിന്റെ ആത്മകഥയൊക്കെ ചോദ്യം വരും. ഏതാണ്? സമരം തന്നെ ജീവിതം. ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദന്റെ ആത്മകഥയാണ്. സമരം തന്നെ ജീവിതം. ഓക്കെ, സമരം തന്നെ ജീവിതം. 2006 മുതൽ 2011 വരെ കേരള മുഖ്യമന്ത്രിയായിരുന്നു അല്ലേ? 2006 മുതൽ 2011 വരെ. ജസ്റ്റ് പഠിച്ചു വെക്കണം കേട്ടോ. 2006 മുതൽ 2011 വരെ കേരള മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. സമരം തന്നെ ജീവിതം അത് പഠിച്ചു വെച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. ഈ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് ആര്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഒരു പ്രശസ്ത വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. അപ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദ്യം വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാലോ. ഓക്കെ, അപ്പോൾ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ അല്ലേ? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതാണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. കുറിച്യ കലാപം എപ്പോഴാണ്? 1812 1812 കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചിലപ്പോൾ ചോദ്യം വരും. രാമൻ നമ്പിയാണ് അല്ലെ? രാമനമ്പി അല്ലേ? രാമൻ നമ്പി എന്നും കാണാറുണ്ട് അല്ലെ? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമൻ നമ്പി. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് മുദ്രാവാക്യം. കുറിച്യരുടെയും കുറുമ്പരുടെയും മേലെ എന്താണ്? നികുതി ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടതാണ്. നികുതി
ഉയർത്തിയതുമായി ബന്ധപ്പെട്ടതാണ്. ആരാണ് നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആരെന്ന് ചിലപ്പോൾ ചോദ്യം വരും. തോമസ് വാർഡൻ ആണ്. വാർഡൻ വെച്ച് ആലോചിച്ചൂടെ? നമുക്ക് ഹോസ്റ്റലിലൊക്കെ നല്ല നികുതി അല്ലെങ്കിൽ ടാക്സ് അല്ല ഫൈൻ ഏർപ്പെടുത്തുന്ന ആരാ? ഹോസ്റ്റലിലൊക്കെ എന്തെങ്കിലും കുണ്ടാമണ്ടിത്തരം കാട്ടിയ ഫൈൻ ഇടുന്നത് ആരാണ്? അത് വാർഡൻ ആണ്. അപ്പൊ അത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്തോ. തോമസ് വാർഡൻ ആണ് നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ. ചിലപ്പോൾ ചോദ്യം വരും അല്ലേ? ഏതാണ് കുറിച്യ കലാപത്തിൽ നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദ്യം വന്ന അതാരാണ്? തോമസ് വാർഡൻ ആണ്. അത് വെച്ചിട്ടാണ് നമുക്ക് വേറൊന്നും കൂടി പഠിക്കാണ്ട്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരെന്ന് ചോദിച്ചാൽ അതും ഡൗട്ട് വരും. തോമസ് ഹാർവേ ബാബർ ആണ്. അഥവാ TH ബാബർ ആണ്. അത് തലശ്ശേരി സബ് കളക്ടർ ആണ്. തലശ്ശേരി അതെന്തിനാ തല ഞാൻ പറഞ്ഞത്? തലയിൽ നമുക്ക് മുടിയുണ്ട്. ഈ മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. അപ്പൊ അത് ആലോചിച്ചൂടെ? അപ്പൊ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ തലശ്ശേരി എന്ന് കണ്ട ഓർത്തു വെച്ചോ, അത് തോമസ് ഹാർവേ ബാബർ ആണ്, അല്ലെങ്കിൽ TH ബാബർ എന്ന് തരും. ഓക്കെ, രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ആരാണ്? തലശ്ശേരി സബ് കളക്ടറാണ്. അതുപോലെ തന്നെ അവിടുന്ന് ചോദ്യം വരും. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആര് എന്ന് ചോദ്യം വന്നത് ആർത്തർ വെല്ലസ്ലി ആണ്. അദ്ദേഹമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദ്യം വന്നത് ആരാണ്? ആർത്തർ വെല്ലസ്ലി ആണ്. എപ്പോഴാണ് പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം? 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം. എന്നാൽ ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം ഈ രീതിയിൽ ചോദ്യം വരികയാണെങ്കിൽ ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയും രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയാണ്. ഞാൻ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് എൻ്റെ നാക്ക് ഉളുക്കുന്നത്, ഇടയിൽ ഇങ്ങനെ വാക്കുകൾ തെറ്റിപ്പോകുന്നത്. അപ്പോൾ 1793 മുതൽ 1797 വരെയും 1800 മുതൽ 1705 വരെ രണ്ടാം പഴശ്ശി കലാപം. ഈ രണ്ടാം പഴശ്ശി കലാപത്തിൽ എന്താണ് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാന്നും ചിലപ്പോൾ ചോദ്യം വരും. അത് തലക്കൽ ചന്തുവാണ്. കൺഫ്യൂഷൻ വരരുത്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ തലക്കൽ ചന്തു എന്നുണ്ടാവും. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ അപ്പൊ മുദ്രാവാക്യങ്ങൾ കുറച്ചൊക്കെ ഓർമ്മ കിട്ടി. പിന്നെ നമ്മുടെ ലോകവിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് മുദ്രാവാക്യങ്ങൾ ഉണ്ടല്ലോ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമി, ആഹാരം, സമാധാനം എന്ന മുദ്രാവാക്യം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? ഭൂമി, ആഹാരം, സമാധാനം. ഭൂമി, ആഹാരം, സമാധാനം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ആരാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത് എന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരും. അത് ജെയിംസ് ഓട്ടിസ് ആണ്. ഓക്കെ, ജെയിംസ് ഓട്ടിസ് ആണ്. ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് മാഡിസൺ ആരാണ്? ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയതാണ് അല്ലെ. ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന ഏതാന്ന് ചോദ്യം വന്ന അമേരിക്കൻ ഭരണഘടനയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാന്ന് ചോദ്യം വന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് അല്ലെ. അപ്പൊ അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് മാഡിസ് ആണ്. ഓക്കെ, ജെയിംസ് ഓട്ടിസ് ആണ്. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് മാഡിസൺ, രണ്ട് പേരുകൾ കിട്ടി. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആരാണ്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. മറന്നു പോരുത്, ഇതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് രണ്ട് സമ്മേളനങ്ങൾ പഠിക്കാണ്ടല്ലോ. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസും രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസും. രണ്ടും എവിടെ വെച്ചിട്ടാണ്? 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടായിരുന്നു അല്ലെ. 13 കോളനികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു കോളനി പങ്കെടുത്തില്ല. ചിലപ്പോൾ ചോദ്യം വരും, ഏതായിരുന്നു ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ആ കോളനി ഏതാണെന്ന് ചോദ്യം വന്നാൽ പഠിച്ചു വെച്ചോ. ജോർജിയ. ഓക്കെ, 13 കോളനികളിൽ ഒരു കോളനി മാത്രം ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുത്തിട്ടില്ല. അതാണ് ജോർജിയ അല്ലെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ വർഷം ചോദിച്ചാൽ 1775 കേട്ടോ. 1775. രണ്ടും നടന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഒക്കെ ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, എല്ലാതൊന്നും ഓർത്തു വെക്കാം. പിന്നെ ബോക്സർ കലാപം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരും. ബോക്സർ കലാപം കേട്ടിട്ടുണ്ടല്ലോ. ബോക്സർ കലാപം 1900-ലല്ലേ നടന്നത്? 1900-ൽ. അതിന്റെ മുദ്ര എന്താണെന്ന് ചോദ്യം വരും. ബോക്സർമാരുടെ മുഷ്ടിയാണ് അതിന്റെ മുദ്ര. അത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. പഠിച്ചു വെച്ചോ. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബോക്സർ കലാപം. പിന്നെ അതുപോലെ തന്നെ ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വന്നാൽ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ബോസ്റ്റൺ ടീ പാർട്ടി. പിന്നെയും ചോദ്യം വരും, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടതാണ് ചോദ്യം വന്നാൽ അതായത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവമാണ് കേട്ടോ. അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊടുത്തത്? ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആര് ഉയർത്തിയത്? അല്ല, ആരാണ് ആദ്യമായിട്ട് ഉയർത്തിയതെന്ന് ചോദിച്ചാൽ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക്. ഓക്കെ. വേദങ്ങളിലേക്ക് മടങ്ങുക ആരുടെ വാക്കുകളാണെന്ന് ചോദ്യം വരും. വേദങ്ങളിലേക്ക് മടങ്ങുക ആരുടെയാണ്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ഉത്ബോധനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ചിലപ്പോൾ ഡൗട്ട് വരും, ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാണ് സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. ഞാനൊരു കണക്ഷൻ തരാൻ നോക്കാം, നിങ്ങൾ ഓർത്ത് നോക്ക്. ഇപ്പൊ നമ്മൾ രാത്രി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം ഓർത്താൽ മതി. രാത്രി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, കുറേ സമയം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അടുക്കളയിൽ അമ്മ നിൽക്കുന്നുണ്ടാവും, അമ്മയുടെ അടുത്തേക്ക് പോകും. അപ്പൊ അമ്മ നമ്മളോട് എന്താ പറയാ? അപ്പോ ബുക്കിന്റെ അടുത്തേക്ക് പോ, വേദങ്ങളിലേക്ക് മടങ്ങുക എന്നല്ലേ പറയാ. അപ്പൊ എന്താണ്? ഒരു ദയയും ദാക്ഷിണ്യം അമ്മക്കില്ല. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും നമ്മൾ സമ്മതിക്കില്ലല്ലോ. എന്താണ്? അമ്മക്ക് ഒരു ദയമില്ല എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് കുറച്ച് നേരം പോയി നിൽക്കുക. അപ്പൊ അമ്മ പറയാണ്, പോ, തിരിച്ച് ബുക്കിന്റെ അടുത്ത് തന്നെ പോ, ഇവിടെ നിൽക്കണ്ട അല്ലേ, അങ്ങനെ പറയില്ല. അപ്പൊ എന്താണ്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആലോചിച്ചാൽ ഒരു ദയയില്ല എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി അത് വെച്ച് കണക്ട് ചെയ്യുമല്ലോ. അപ്പൊ ഇനി ഡൗട്ട് വരരുത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആലോചിച്ചാൽ അപ്പൊ കിട്ടണം ദയല്ല. വേദങ്ങളിലേക്ക് മടങ്ങാൻ പറയുന്നത്. അപ്പൊ എന്താ? ദയല്ല. പിന്നെയും പഠിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ വേദങ്ങളിലേക്ക് മടങ്ങുക, അത് വെച്ചിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി, ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. ഓക്കെ. ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ്. ടിബറ്റ്, അത്ര ഓർത്ത് വെച്ചാൽ മതി. ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് പ്രസ്താവിച്ചത് ആരെന്ന് ചിലപ്പോൾ ചോദ്യം വന്നാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യന്മാരെ കുറിച്ച് അദ്ദേഹം ഏത് പുസ്തകത്തിലാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദ്യം വരും. അതൊന്ന് എഴുതി വെച്ചോ. ആര്യന്മാരെ കുറിച്ച് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഏത് ഗ്രന്ഥത്തിലാണ് അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദ്യം വന്നാൽ സത്യാർത്ഥ പ്രകാശം. ഓക്കെ, സത്യാർത്ഥ പ്രകാശം. അപ്പൊ ഈ പുസ്തകം ആരുമായി ബന്ധപ്പെടുന്നത്? ഇത് ആരുടെ ഗ്രന്ഥമാണ്, അല്ലെ ആരുടെ കൃതിയാണെന്നൊക്കെ ചോദ്യം വന്നാൽ നമുക്ക് കിട്ടുവേ. സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശം, അതിലാണ് ആര്യന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ആര്യന്മാരുടെ ആഗമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് പുസ്തകത്തിലാണെന്ന് ചോദ്യം വന്നാൽ അതേതാണ്? സത്യാർത്ഥ പ്രകാശം. പിന്നെ കുറച്ച് വാക്കുകൾ പഠിച്ചു വെച്ചോ. സ്വരാജ്യ, ഒന്ന് സ്വരാജ്യ, പിന്നെ ഒന്ന് സ്വഭാഷ, സ്വധർമ്മ. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ. ഈ വാക്കുകളെല്ലാം ആദ്യമായി ഉയർത്തിയത്, ഇല്ലെങ്കിൽ ഈ വാക്യങ്ങളെല്ലാം ആദ്യമായി ഉപയോഗിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, എന്നീ വാക്കുകൾ ആദ്യമായി പ്രയോഗിച്ചത്. ഈ വാക്കുകൾ എന്തൊക്കെയാണ്? സ്വരാജ്യ, സ്വ എന്നാലോചിച്ചാൽ മതി. സ്വാമി ദയാനന്ദ സരസ്വതി, വിവേകാനന്ദനിലേക്ക് പോകരുതേ. സ്വാമി, ഓക്കെ, എന്താണ്? സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ. ആരാണ് ഈ വാക്കുകളൊക്കെ ആദ്യമായി പ്രയോഗിച്ചത്? ആരാണ് ചോദ്യം വന്നത്? ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുന്നു പറഞ്ഞത് ആരാണ്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണ്? നമ്മൾ ഒരുപാട് കേട്ടുപരിചയമുള്ള ഒരാളുടെ വാക്കുകളല്ലേ. അത് കമന്റ് ചെയ്യണം, അത് അറിയാതെ പോകരുത്. അറിയുന്നവരൊക്കെ കമന്റ് ചെയ്യുക. ആ വാക്കുകൾ കൊടുത്ത് തന്നെ കമന്റ് ചെയ്യുക. അറിയാത്തവരൊന്ന് പഠിച്ചു പോട്ടെ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഓക്കെ, അത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദ്യം വരും. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് നോക്കുക, പഠിക്കുക. ഓക്കെ, സ്വരാജ്യം എൻ്റെ ജന്മാവകാശം ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ, അത്ര സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞു തരേണ്ടി വരില്ല. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഓരോ അറിയുന്നവരും കമന്റ് ചെയ്യണം. ആരെങ്കിലും കമന്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യണം. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഒരുപാട് കേട്ട് പഴകിയതാവും അല്ലേ? PSC പഠിച്ചിട്ടുള്ളവരൊക്കെ ഒരുപാട് കേട്ട് പഴകിയ ഒന്നാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. അപ്പോൾ അത് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്വരാജ്യ, സ്വധർമ്മ, സ്വഭാഷ. ഇതാരുമായി ബന്ധപ്പെട്ടതാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദി ദേശീയ ഭാഷയാക്കണം. ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിക്കണം.
എന്ന് പറഞ്ഞതാരാ? ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിക്കണം എന്ന് പറഞ്ഞതാരാണ്? അതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എന്ന് ആവശ്യപ്പെട്ടത് ആര് എന്ന് ചോദ്യം വന്നതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദി ദേശീയ ഭാഷയായി പ്രഖ്യാപിക്കണം, ദേശീയ ഭാഷയായി അംഗീകരിക്കണം എന്ന് പറഞ്ഞതാരാന്ന് ചോദിച്ചാൽ, എന്ന് പ്രസ്താവിച്ചത് ആരെന്ന് ചോദ്യം വന്നതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ ആര്യ സമാജം ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് കിട്ടി. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, പ്രശസ്തമായ ഒരു ഗ്രന്ഥം നമ്മൾ പറഞ്ഞല്ലോ, സത്യാർത്ഥ പ്രകാശം അല്ലെ? സത്യാർത്ഥ പ്രകാശം. അതിലാണ് ആര്യന്മാരെ കുറിച്ച്, ആര്യന്മാരുടെ ആഗമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നുമാണെന്ന് പ്രസ്താവിച്ചത് ആരാണെന്ന് ചോദ്യം വന്നാലും ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എന്താണ്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരെന്ന് ചോദ്യം വന്നാലും ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇത്ര കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ, സെറ്റായാലോ? അപ്പൊ അത് നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പൊ ഇത്രയും ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതും പിന്നെ അതുപോലെ തന്നെ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ടതും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് ഓരോ പ്രസ്ഥാനങ്ങളും അവരുടെ സ്ഥാപകർ മാത്രം ഒന്ന് പഠിച്ചു പോവുക. ഈ പ്രസ്ഥാനം കൂടി നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മൾ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രസ്ഥാനമുണ്ട്. നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഏതാണ്? ബ്രഹ്മസമാജമാണ്. ഏതാണ്? ബ്രഹ്മസമാജം. ഓക്കെ, ബ്രഹ്മസമാജമാണ് കേട്ടോ. ബ്രഹ്മസമാജം ആരാണ്? ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണല്ലോ. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ? ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. അറിയാലോ, രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ. ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ചോദ്യം വന്നാൽ 1828 ഓഗസ്റ്റ് 20. പഠിച്ചു വെച്ചോ, 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1828 ഓഗസ്റ്റ് 20 പഠിച്ചു വെച്ചോട്ടെ. ഈ ഡേറ്റ് ഒന്ന് അറിഞ്ഞു വെക്കണേ, ഡേറ്റോടെ പഠിച്ചു വെച്ചോ. 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിതമായത്. ബ്രഹ്മസമാജം സ്ഥാപിതമായത് എപ്പോഴാണ്? 1828 ഓഗസ്റ്റ് 20. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദ്യം വന്ന ആരാണ്? ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാ? ബ്രഹ്മസമാജം ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. ഈ രാജാറാം മോഹൻ റോയെ പറ്റി അറിയാലോ, നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം നിങ്ങൾക്ക് ചോദ്യം വന്നാൽ ഇങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിതമായത്. എന്നാൽ ബ്രഹ്മസഭ എപ്പോഴാണ് ബ്രഹ്മസമാജമായി മാറിയത് എന്നൊരു ചോദ്യം വന്നാൽ, ഇനിയിപ്പോൾ ഡൗട്ട് വരണ്ട, ബ്രഹ്മസഭ എന്നാണോ ചോദിക്കാന്ന് ഡൗട്ട് വരണ്ട. ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം ചോദിച്ചാലും 1828 ഓഗസ്റ്റ് 20 തന്നെയാണ്. ഓക്കെ, ഇത് ബ്രഹ്മസഭയായിരുന്നു ആദ്യം. ഇത് എപ്പോഴാണ് ബ്രഹ്മസമാജമായി മാറിയത് എന്ന് ചോദിച്ചാൽ 1830 1830 ബ്രഹ്മസമാജം ബ്രഹ്മസഭയായി മാറിയത്. ബ്രഹ്മസമാജം ബ്രഹ്മസഭയായി മാറിയ വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1830 ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദ്യം വന്ന അതാരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്. ആരാണ് അദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലെ? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. മഹാത്മാഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പഠിച്ചു വെക്കാട്ടോ. അപ്പൊ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും, രാജാറാം മോഹൻ റോയെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും ഒക്കെ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഭയങ്കരമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. നമുക്ക് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജനഗണമന അല്ലെ? ആര് രചിച്ചതാണ്? നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. അത് ആദ്യമായിട്ട് INC ആലപിച്ചത് ആരാന്ന് ചോദിച്ചാലും നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, ദേശീയ ഗാനമല്ലേ രവീന്ദ്രനാഥ് ടാഗോർ ആലപിക്കേണ്ടത്? അല്ല, ദേശീയ ഗീതമാണ് രവീന്ദ്രനാഥ് ടാഗോർ ആലപിച്ചത്. അപ്പോൾ 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആലപിച്ചത്? രവീന്ദ്രനാഥ് ടാഗോർ ആലപിച്ചത്. വന്ദേ മാതരം ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1911 ജനഗണമന ആലപിച്ചത് അല്ലെ? 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആലപിച്ചത്. അത് ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ സരളാദേവിയാണ് അല്ലെ? സരളാദേവിയാണ് 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ എന്താലപിച്ചത്? ജനഗണമന ആലപിച്ചത്. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ച ഏഷ്യക്കാരൻ. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ ആര്, അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ ആര് എന്നൊക്കെ ചോദ്യം വന്ന ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. എപ്പോഴാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്? 1913 രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് അല്ലെ? നോബൽ സമ്മാനം ലഭിച്ചത് 1913. ഏത്
ഏത് കൃതിക്കാണ്, അദ്ദേഹത്തിന് ഏത് വിഷയത്തിനാണ് ലഭിച്ചതെന്ന് ചോദ്യം വന്നാൽ ഏതാണ് നമുക്കൊക്കെ അറിയാം, സാഹിത്യം അല്ലെങ്കിൽ ലിറ്ററേച്ചർ അല്ലേ. അദ്ദേഹത്തിന് സാഹിത്യത്തിനാണ് ലഭിച്ചത്, നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ സാഹിത്യത്തിന് അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ് ലഭിച്ചതെന്ന് ചോദ്യം വന്നാൽ പഠിച്ചു വെച്ചോ, ഗീതാഞ്ജലി. ഓക്കെ, ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഗീതാഞ്ജലി എന്ന കൃതിക്ക് 1913 വർഷം പഠിച്ചു വെച്ചു. 1913 രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം പഠിച്ചല്ലോ, 1913. ആദ്യം നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഏഷ്യക്കാരൻ എന്നൊക്കെ ചോദ്യം വന്ന 1913 രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇനി നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷം അഥവാ ചോദ്യം വന്ന ഒന്ന് കണക്ട് ചെയ്ത് വെച്ചു, 1901 നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. ഈ നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ സ്വീഡനാണ്. സ്വീഡിഷ് ഗവൺമെന്റ് ആരുടെ ഓർമ്മക്കായിട്ടാണ്? ഡൈനാമിറ്റ് കണ്ടെത്തിയ ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മക്കായിട്ട് സ്വീഡിഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയതാണ് ഏത് നോബൽ സമ്മാനം. 5 വിഷയങ്ങൾക്കും നോബൽ സമ്മാനം കൊടുക്കുന്നത് സ്വീഡനാണ്. ടോട്ടൽ 6 വിഷയങ്ങൾക്കാണ് നോബൽ സമ്മാനം ഉള്ളത്. അതിൽ 5 വിഷയങ്ങൾക്കും കൊടുക്കുന്നത് സ്വീഡനാണ്. ഒരു വിഷയത്തിന്, ഏതാണ് ആ ഒരു വിഷയം? ഒരു വിഷയത്തിന് മാത്രം കൊടുക്കുന്നത് നോർവേ ആണ്. നോർവേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ. നമുക്ക് എന്തോ ഒന്ന് ലഭിക്കാൻ നോവേ, അങ്ങനെ ആലോചിച്ചാൽ മതി. നോവേ എന്താണ്? സമാധാനം ലഭിക്കാൻ നോവേ. അപ്പൊ സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്നത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ നോർവേ ആണ്. സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്നത് നോർവേ ആണ്. ബാക്കി 5 വിഷയങ്ങൾക്കും സ്വീഡനാണ് കേട്ടോ. ആരുടെ ഓർമ്മക്കായിട്ടാണ്? ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മക്കായിട്ടാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തത്. 1901 കൊടുത്തു തുടങ്ങിയത്. 1901 നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. നോബൽ സമ്മാനം 6 വിഷയങ്ങൾക്കാണ്. 6 വിഷയം, അതിൽ ഒരു വിഷയത്തിന് മാത്രം കൊടുക്കുന്നത് നോർവേ ആണ്. ഓക്കെ, അപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ 1913 നോബൽ സമ്മാനം ലഭിച്ചത്. ഗീതാഞ്ജലി അദ്ദേഹത്തിന്റെ കൃതിയാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ? ഘോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്. ഇതൊക്കെ ആരുടെ കൃതികളാണ്? ഇതൊക്കെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രശസ്തമായ കൃതികളാണ്. ടാഗോറിന്റെ പ്രശസ്തമായ കൃതികളാണ് ഘോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വാക്കുകൾ ഉണ്ടല്ലോ, കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണീർ തുള്ളി. വാക്കുകളെല്ലാം ഇങ്ങനെ വിശേഷണം അല്ലേ. കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചതായിരുന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരും. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് എന്തിനാണ് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. എല്ലാം ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? എന്തോ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് പോയത്. എന്താണ്? രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം, ബ്രഹ്മസമാജമായത് 1830 അത്ര ഒന്ന് ഓർത്തു നോക്കുക. 1830 ബ്രഹ്മസമാജം ബ്രഹ്മസഭ ബ്രഹ്മസമാജമായി മാറിയത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ഓർത്തു വെക്കണേ. എന്താണ്? രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അദ്ദേഹത്തിന് രാജ എന്ന പേര് നൽകിയത് ആരാ? രാജ എന്ന പദവി, രാജ എന്ന പേര് നൽകണ്ടേ? റാം മോഹൻ റോയ് എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അതിന് രാജ എന്ന പേര് നൽകിയതാരാണ്? അത് അക്ബർ ഷാ രണ്ടാമനാണ്. അക്ബർ ഷാ രണ്ടാമൻ. അതൊക്കെ നമുക്ക് പഠിക്കാം. അക്ബർ ഷാ രണ്ടാമനാണ് രാജ എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത്. ഓക്കെ, ഇനി 1800 ഇപ്പൊ ഏതൊക്കെ വർഷങ്ങൾ നമ്മൾ പഠിച്ചു? ബ്രഹ്മസമാജം സ്ഥാപിതമായ ഒരു വർഷം നമ്മൾ പഠിച്ചു, 1828. ഓക്കെ, 1830 അതിന് ബ്രഹ്മസമാജം എന്ന പേര് വന്നത് എന്നും നമ്മൾ പഠിച്ചു. ഇനി ഒരു വർഷം കൂടി നമുക്ക് പഠിക്കാണ്ട് 1866. ഈ സമയത്ത് ബ്രഹ്മസമാജം രണ്ടായിട്ട് പിളരുന്നുണ്ട്, രണ്ടാവുന്നുണ്ട്. ബ്രഹ്മസമാജം രണ്ടായ വർഷം, ബ്രഹ്മസമാജം രണ്ടായി മാറിയ വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1866. 66 നോക്ക്, 2 6 അപ്പൊ 66, 2 6 ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. 2 6 രണ്ടായിട്ട് പിളരാണ്. ബ്രഹ്മസമാജം രണ്ടായതെപ്പോഴാന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1866. അതിൽ ഏതൊക്കെ ബ്രഹ്മസമാജം? ഒന്ന് ആദി ബ്രഹ്മസമാജം, പിന്നൊന്ന് ഭാരതീയ ബ്രഹ്മസമാജം. അപ്പൊ ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം എന്നിങ്ങനെ രണ്ടായി മാറുകയാണ്. ഓക്കെ, ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം. ഈ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, ദേവേന്ദ്രനാഥ് ടാഗോർ മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. ദേവേന്ദ്രനാഥ് ടാഗോറാണ് ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. ദേവേന്ദ്രനാഥ് ടാഗോറാണ് ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ആരാണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്? അത് കേശവചന്ദ്ര സെൻ. ഓക്കെ, കേശവചന്ദ്ര സെൻ ആണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. ഇത് രണ്ടും ഒന്ന് അറിഞ്ഞു വെച്ചോ. ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോറും. ഏതാണ്? ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് കേശവചന്ദ്രസെനുമാണ്. കേശവചന്ദ്രസെൻ. പിന്നെ നമുക്കൊരു ചോദ്യം വരും, ഈ അടുത്തൊരു എക്സാമിനും ചോദ്യം വന്നിട്ടുണ്ട്, ഒന്ന് പഠിച്ചു. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് അയ്യത്താൻ ഗോപാലനാണ്. ഓക്കെ, അയ്യത്താൻ ഗോപാലൻ.
അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ബ്രഹ്മസമാജവുമായി കേരളത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ആരെന്നൊക്കെ ചോദ്യം വന്നാലും നമുക്ക് കറുപ്പിക്കാൻ കഴിയണം. ആരാണ് അത്? അയ്യത്താൻ ഗോപാലനാണ്. ആരാണ്? അയ്യത്താൻ ഗോപാലൻ. അപ്പൊ കേരളത്തിൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അയ്യത്താൻ ഗോപാലനാണ്. രണ്ടായിട്ട് പിളർന്നു നമ്മൾ പറഞ്ഞു. ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോറാണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ കേശവ ചന്ദ്രസൻ. അപ്പൊ അത്ര കാര്യങ്ങൾ ഓക്കെ ആയി. ഇനി അദ്ദേഹത്തിന് രാജ എന്ന പേര് നൽകിയത് ആരാന്ന് നമ്മൾ പഠിച്ചു. അക്ബർ ഷാ രണ്ടാമനാണ്. അക്ബർ ഷാ രണ്ടാമൻ. ഓക്കെ, അക്ബർ ഷാ രണ്ടാമനാണ് എന്ത് പേര് നൽകിയത്? രാജ എന്ന പേര് രാജാ റാം മോഹൻ റോയ്ക്ക് നൽകിയത്, അല്ലെങ്കിൽ റാം മോഹൻ റോയെ രാജ എന്ന് വിശേഷിപ്പിച്ചത്, രാജ എന്ന പദവി നൽകിയത് ആരെന്നൊക്കെ ചോദ്യം വന്നത് ആരാണ്? അതാരാണ്? അക്ബർ ഷാ രണ്ടാമനാണ്. ഈ അക്ബർ ഷാ രണ്ടാമന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ട് സന്ദർശിക്കുന്നത്. അപ്പൊ ചോദ്യം വരും, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഭാരതീയൻ ആര് എന്ന് ചോദ്യം വന്നാൽ ആരാണ്? രാജാറാം മോഹൻ റോയാണ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഭാരതീയനാണ് രാജാറാം മോഹൻ റോയ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഭാരതീയനാണ് രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഭാരതീയനാണ് രാജാറാം മോഹൻ റോയ്. മറക്കില്ലല്ലോ, രാജാറാം മോഹൻ റോയ് ആണ് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഭാരതീയൻ. ഓക്കെ, പിന്നെ അദ്ദേഹത്തെ എന്താണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദ്യം വന്നാൽ രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആര് എന്ന് ചോദ്യം വന്നാൽ നമുക്കറിയാം, അത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. എന്നാൽ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണ്? വൈകുണ്ഠ സ്വാമികളെയാണ്. വൈകുണ്ഠ സ്വാമികൾ മറന്നു പോയത് അല്ലേ? കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണ്? വൈകുണ്ഠ സ്വാമികളെയാണ്. മറന്നു പോരുത്, വൈകുണ്ഠ സ്വാമികളാണ് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത്. കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ഓക്കെ, SNDPയുടെ സ്ഥാപകനാണ് ശ്രീനാരായണ ഗുരു. SNDPയുടെ ഫുൾ ഫോം നമുക്കറിയാമെങ്കിൽ നമുക്കറിയാം, അത് ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപകൻ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അല്ലെ. 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. SNDPനെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാന്ന് ചോദ്യം വന്ന ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദ്യം വന്ന ഡോക്ടർ പൽപു. അത് നമുക്ക് ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഈ SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത് ആരെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അതാരാണ്? ഡോക്ടർ പൽപു ആണ്. അപ്പൊ അങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് കിട്ടണം. ഓക്കെ, SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത് ആര് എന്ന് ചോദ്യം വന്നാൽ അതാരാണ്? ഡോക്ടർ പൽപു ആണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിനോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ SNDP സ്ഥാപിക്കും, നിങ്ങൾ SNDP സ്ഥാപിക്കും, ഇങ്ങനെ പറഞ്ഞ് SNDPനെ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു പറയുകയാണ്, ഓക്കെ ഞാൻ സ്ഥാപിക്കാം, അപ്പൊ ഞാൻ അധ്യക്ഷനും നീ ഉപാധ്യക്ഷനും ആവണം. അപ്പൊ അധ്യക്ഷൻ ആരാ നമ്മൾ പഠിച്ചു? ശ്രീനാരായണ ഗുരുവാണ്. അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ ആദ്യ ഉപാധ്യക്ഷൻ ആരാ? ഞാൻ അധ്യക്ഷനാവാ, നീ ഉപാധ്യക്ഷനാവണം. ഓക്കെ, ഇങ്ങനെ മോട്ടറാക്കിയിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല. അപ്പൊ നീ ഉപാധ്യക്ഷനാവോ എന്ന് ചോദിച്ചാൽ അപ്പൊ ആവൂന്ന് പറഞ്ഞതല്ല, ആവണം. ഓക്കെ, നീ ഉപാധ്യക്ഷനാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ അവിടെ ഒരു സംഭാഷണം നമ്മൾ ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ വലുതാക്കി പഠിച്ചിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ്? ഞാൻ അധ്യക്ഷനാവാ, നീ ഉപാധ്യക്ഷനാവും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം SNDP സ്ഥാപിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ അവിടെ കിട്ടി. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണെന്ന് കിട്ടി. ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയ രണ്ട് ചോദ്യങ്ങൾ? ഒന്ന്, SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത് ആരാന്ന് നമുക്ക് കിട്ടി. ആരാണ്? ഡോക്ടർ പൽപു ആണ്. പിന്നെ അതുപോലെ തന്നെ SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലും ഡോക്ടർ പൽപു ആണ്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ കിട്ടിയില്ലേ? SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. SNDPയുടെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ. SNDPയുടെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കാം. അപ്പൊ അത് കിട്ടിയല്ലോ. SNDPയുടെ ആദ്യ അധ്യക്ഷനും ഉപാധ്യക്ഷനും ഒക്കെ കിട്ടി. ആദ്യ സെക്രട്ടറിയും നമുക്ക് കിട്ടി. SNDP സ്ഥാപിതമായത് 1903 മെയ് 15 കിട്ടി. SNDPയുടെ ആദ്യ മുഖപത്രം ചോദിക്കും. ഏതാണ്? വിവേകോദയം അല്ലേ? SNDPയുടെ ആദ്യ മുഖപത്രമായിരുന്നു വിവേകോദയം. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? വിവേകോദയമാണ് അല്ലേ? ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മുഖപത്രം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വിവേകോദയം. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ. അപ്പൊ പഠിച്ചു വെച്ചോ, SNDPയുടെ ആദ്യ മുഖപത്രമാണ് ഏതാണ്? വിവേകോദയം. SNDPയുടെ നിലവിലെ മുഖപത്രം ഏതെന്ന് ചോദ്യം വന്നാൽ യോഗനാഥം. ഏതാണ്? യോഗനാഥം. ഓക്കെ, അപ്പൊ അതൊക്കെ കിട്ടി. SNDPയുടെ മുൻഗാമി ഏതാണ്? വാവൂട്ടി യോഗമാണ്. SNDPയുടെ മുൻഗാമിയാണ് വാവൂട്ടി യോഗം. അപ്പൊ അതും കിട്ടി. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. SNDP ഒക്കെ നമ്മൾ പഠിച്ചു പോയി. അപ്പൊ കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇനി ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ
അപ്പോസ്തലൻ. ഓക്കെ, ഒന്ന് അറിഞ്ഞു വെച്ചോ, ഈ വാക്കൊന്ന് അറിഞ്ഞു വെച്ചോ, അപ്പോസ്തലൻ. എന്ന് ശ്രീനാരായണ ഗുരുവിനെ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. എന്താണ്? ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്ന് വിശേഷിപ്പിച്ചത്. എന്താണ്? ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അതാരാണ്? കിട്ടിയില്ലേ? ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ഈ സുഭാഷ് ചന്ദ്രബോസ് ആണ് മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മഹാത്മാഗാന്ധിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി. അപ്പൊ നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിജിയാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദ്യം വന്നാൽ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, മിശ്ര സംസ്കാരം അത്ര അറിഞ്ഞു വെച്ചാൽ മതി. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? അത് രാജാറാം മോഹൻ റോയാണ്. എന്താണ് അറിയപ്പെടുന്നത്? ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയാണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയാണ്. അപ്പൊ കിട്ടിയല്ലോ അത്ര കാര്യങ്ങള്. പിന്നെ നേരത്തെ ഒന്ന് പഠിച്ചു, ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ, അത് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നാണ് നമ്മൾ പഠിച്ചത്? ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഇനി അദ്ദേഹം ആരംഭിച്ച പത്രം ആര്? രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സംവാദ് കൗമുദി. ബംഗാളി ഭാഷയിൽ ആരംഭിച്ചതാണ് സംവാദ് കൗമുദി. ചോദ്യം വരാറുണ്ട്. സംവാദ് കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, സംവാദ് കൗമുദി. അത് ജസ്റ്റ് സംവാദ് കൗമുദി എന്ന് പഠിച്ചാൽ പോരാ, അത് അതിൻ്റെ വർഷം പഠിക്കണം. അതുപോലെ തന്നെ അത് ഏത് ഭാഷയിലാണെന്ന് അതെന്തായാലും പഠിച്ചു വെക്കണം. ഏത് ഭാഷയിൽ ആരംഭിച്ചതെന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ ഭാഷ തിരിച്ചു വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് തരും. ഓക്കെ, ചിലപ്പോൾ പേർഷ്യൻ ഭാഷയിലാണ് സംവാദ് കൗമുദി എന്ന് പറഞ്ഞാൽ അതെ സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ് ആണ്, ശരിയാണെന്ന് മറ്റ് ശരിയിട്ട് പോയത്. അത് ബംഗാളി ഭാഷയിലാണ്, ബംഗാളി ഭാഷയിൽ. അപ്പോൾ ബംഗാളി. ഓക്കെ, ബംഗാളി ഭാഷയിൽ ആരംഭിച്ചതാണ് സംവാദ് കൗമുദി. വർഷം കൂടി പഠിച്ചു വെച്ചോ, 1821 സംവാദ് കൗമുദി പത്രം ആരംഭിച്ചത്. ആരാണ് ആരംഭിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് മിറാത്ത് ഉൽ അക്ബർ. അതാണ് പേർഷ്യൻ ഭാഷയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച പത്രം ഏതാണെന്ന് ചോദ്യം വന്നാൽ മിറാത്ത് ഉൽ അക്ബർ. പേർഷ്യൻ ഭാഷയിലാണ് മിറാത്ത് ഉൽ അക്ബർ. എപ്പോഴാണ്? 1822 1821 സംവാദ് കൗമുദി, 1822 മിറാത്ത് ഉൽ അക്ബർ. പിന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയെന്ന് ചോദ്യം വന്ന ഒന്ന് തുഹഫത്തുൽ മുവാഹിദീൻ. അത് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചോ. തുഹഫത്തുൽ മുവാഹിദീൻ ആണ്. തുഹഫത്തുൽ മുജാഹിദീൻ ആരാണ്? സൈനുദ്ദീൻ്റെ ആണ് തുഹഫത്തുൽ മുവാഹിദീൻ ആണ് രാജാറാം മോഹൻ റോയ്. ഫത്തഹുൽ മുബീൻ ആരുടെയാണ്? ഫത്തഹുൽ മുബീൻ കാസി മുഹമ്മദ് രചിച്ചതാണ്. ഫത്തഹുൽ മുബീൻ എന്താണ് അതിന്റെ അർത്ഥം? വ്യക്തമായ വിജയം അല്ലേ? കാസി മുഹമ്മദ് ഏതിനാണ്? ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യമാണ് ഫത്തഹുൽ മുബീൻ. ഏതാണ്? ഫത്തഹുൽ മുബീൻ, വ്യക്തമായ വിജയം അല്ലേ? ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ രചിച്ചതാണ്. ആര് രചിച്ചതാണ്? കാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യമാണ് ഫത്തഹുൽ മുബീൻ, വ്യക്തമായ വിജയം. അപ്പൊ അറിഞ്ഞു വെക്കുക, ഈ ചാലിയം കോട്ട എന്താണ് അറിയപ്പെടുന്നത്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. പഠിച്ചു വെച്ചോ, സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാലിയം കോട്ടയാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രചിച്ച അറബി കാവ്യം ഏതെന്ന് ചോദ്യം വന്ന ഫത്തഹുൽ മുബീൻ ആണ്. ഫത്തഹുൽ മുബീൻ. പിന്നെ ചോദ്യം വരും, ഫത്തഹുൽ മുബീൻ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദ്യം വന്ന ഏതാണ്? വ്യക്തമായ വിജയം. ഫത്തഹുൽ മുബീൻ രചിച്ചതാരെന്ന് ചോദ്യം വന്നാൽ കാസി മുഹമ്മദ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഇവിടെ തുഹഫത്തുൽ മുവാഹിദീൻ ആണ് ആര് രചിച്ചത്?
രാജാറാം മോഹൻ റോയ് രചിച്ചത്? തുഹഫത്തുൽ മുവാഹിദീൻ. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, തുഹഫത്തുൽ മുവാഹിദീൻ. തുഹഫത്തുൽ മുവാഹിദീൻ ആരാണ് രചിച്ചത്? ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് തുഹഫത്തുൽ മുവാഹിദീൻ രചിച്ചത്. തുഹഫത്തുൽ മുവാഹിദീൻ രാജാറാം മോഹൻ റോയ് ആണ്, രാജാറാം മോഹൻ റോയ്. പിന്നെയും അദ്ദേഹത്തിന്റെ കൃതികളുണ്ട്. ജീസസിന്റെ കൽപ്പനകൾ. ജീസസിന്റെ കൽപ്പനകൾ ആരുടെ കൃതിയാന്ന് ചോദ്യം വരും. ജീസസിന്റെ കൽപ്പനകൾ ആരുടെയാണ്? രാജാറാം മോഹൻ റോയ്. ജീസസിന്റെ കൽപ്പനകൾ തുഹഫത്തുൽ മുവാഹിദീൻ. രണ്ടെണ്ണം പഠിച്ചാലോ? തുഹഫത്തുൽ മുവാഹിദീൻ, ജീസസിന്റെ കൽപ്പനകൾ. അതുപോലെ തന്നെയാണ് വേദാന്ത ഗ്രന്ഥം. വേദാന്ത ഗ്രന്ഥം വേദാന്ത ഗ്രന്ഥം രചിച്ചത് ആരെന്ന് ചോദ്യം വന്നാലും ആരാണ്? രാജാറാം മോഹൻ റോയ്. തുഹഫത്തുൽ മുവാഹിദീൻ, ജീസസിന്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, എന്താണ് തുഹഫത്തുൽ മുവാഹിദീന്റെ അർത്ഥം ചോദിക്കും? ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം. ഫതഹുൽ മുബീന്റെ അർത്ഥം എന്താന്ന് ചോദ്യം വന്നാൽ വ്യക്തമായ വിജയം എന്നതാണ് ഫതഹുൽ മുബീന്റെ അർത്ഥം. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ കിട്ടി, അദ്ദേഹത്തിന്റെ രചനകളൊക്കെ കിട്ടി. ഓക്കെ, അദ്ദേഹം രചിച്ച കൃതികൾ. ഓക്കെ, ആരുടെയാണ്? രാജാറാം മോഹൻ റോയിയുടെ കൃതികളാണ്. ഇനി സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്തത്. സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകൻ ആര് എന്ന് ചോദ്യം വന്നാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകൻ. എന്നാൽ സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അത് വില്യം ബെൻഡിക് പ്രഭു ആണ്. ആരാണ്? വില്യം ബെൻഡിക് പ്രഭു ആണ് സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പൊ സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്തത് ആര് എന്ന് ചോദ്യം വന്നാൽ ആരാണ്? സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്തത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സതി നിർത്തലാക്കിയത് ആരാന്ന് വെച്ചാൽ വില്യം ബെൻഡിക് പ്രഭു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇവിടെ പഠിക്കാണ്ട് ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്ന വർഷം ചോദിച്ചാൽ 1859. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ചോദ്യം വരും. വൈകുണ്ഠ സ്വാമികളാണ് ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ്. ഓക്കെ, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാന്ന് വെച്ചാൽ ഉത്രം തിരുനാളാണ്. ആരാണ്? ഉത്രം തിരുനാൾ. 1859 ജൂലൈ 26 ഉത്രം തിരുനാളാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. അപ്പൊ ചാന്നാർ ലഹള നടന്ന വർഷം 1859. 1859 ചാന്നാർ ലഹള നടന്നത്. അപ്പൊ സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാന്ന് ചോദിച്ചാൽ വില്യം ബെൻഡിക് പ്രഭു ആണ്. വില്യം ബെൻഡിക് പ്രഭു. ദിവസം കൂടി ഒന്ന് പഠിച്ചു വെച്ചോ. 1829 ഡിസംബർ 4 ഡിസംബർ 4 1829 ഡിസംബർ 4 സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആരാണ് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ചോദ്യം വന്നാൽ വില്യം ബെൻഡിക് പ്രഭു ആണ്. വില്യം ബെൻഡിക് പ്രഭു. പിന്നെ അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം, അല്ലെ? വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്, തർജ്ജമ ചെയ്തത് ആരെന്ന് ചോദ്യം വന്നാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. നാടകത്തിന്റെ പേര് പഠിച്ചോ? വജ്രസൂചി. ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ഏത് ഭാഷയിലേക്കാണ്? ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആര് എന്ന് ചോദ്യം വന്നാൽ രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ് ആണ്. ഇനി ഒരെണ്ണുണ്ട്. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകൻ. മതങ്ങളെ താരതമ്യം ഓക്കെ, മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിക്കും. അത് മോനിയർ വില്യംസ്. ഓക്കെ, മോനിയർ വില്യംസ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മോനിയർ വില്യംസ് ആണ്. മോനിയർ വില്യംസ്. ഓക്കെ, എന്താണ്? മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദ്യം വന്നാൽ മോനിയർ വില്യംസ്. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനാണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനാണ് ആര്? രാജാറാം മോഹൻ റോയ്. പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. പഠിച്ചു വെക്കണം. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ ഒന്നുകൂടെ പഠിച്ചു വെച്ചോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ്
രാജാറാം മോഹൻ റോയ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇതുപോലെ നമുക്കൊന്ന് പഠിക്കാണ്ടല്ലോ നമ്മുടെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അല്ലേ. എന്താണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ അല്ലേ. ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത്, ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, സർവ്വവിദ്യാധിരാജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, ശ്രീ ഭട്ടാരകൻ, ഷൺമുഖദാസൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആര് എന്ന് ചോദ്യം വന്നാൽ അതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസിയാണ് ചട്ടമ്പി സ്വാമികൾ. കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ സന്യാസി ആരാന്ന് ചോദ്യം വന്നാൽ അതാരാണ്? വാഗ്ഭടാനന്ദനാണ്. അപ്പൊ എത്ര കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയി. ഇന്ന് പഠിച്ചത്രയും ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരും നമ്മൾ പഠിക്കണം എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ആര്യ സമാജം പഠിച്ചു. ആര്യ സമാജത്തിന്റെ സ്ഥാപകനും ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ആര് എന്ന് ചോദ്യം വന്നാൽ നമ്മൾ പഠിച്ചു. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. ആര്യ സമാജം, ശുദ്ധി പ്രസ്ഥാനം എന്നിവയുടെ സ്ഥാപകൻ ആര് എന്ന് ചോദ്യം വന്നാൽ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എന്നാൽ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാ? ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസഭ ബ്രഹ്മസമാജമായി മാറിയ വർഷം 1830 ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1828 അപ്പൊ അതൊക്കെ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് പ്രസ്ഥാനങ്ങൾ നോക്കാം, കുറച്ച് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നോക്കാം. ആദ്യം അലിഗഡ് സൊസൈറ്റി. അലിഗഡ് സൊസൈറ്റി അത് നമുക്കറിയാലോ. ആരാണ് അലിഗഡ് സൊസൈറ്റിയുടെ സ്ഥാപകൻ? ആരാ? അലിഗഡ് സൊസൈറ്റി സർ സെയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സെയ്യിദ് അഹമ്മദ് ഖാൻ. സർ സെയ്യിദ് അഹമ്മദ് ഖാൻ. എന്താണ്? അലിഗഡ് സൊസൈറ്റി. ഓക്കെ, അലിഗഡ് സൊസൈറ്റി. അലിഗഡ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? സർ സെയ്യിദ് അഹമ്മദ് ഖാൻ. പഠിച്ചു വെച്ചോ. അലിഗഡ് സൊസൈറ്റി സർ സെയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ സെയ്യിദ് അലി എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. സെയ്യിദ് അലി. ഓക്കെ, അങ്ങനെ പേര് ആലോചിച്ച് വെച്ചൂടെ. സർ സെയ്യിദ് അഹമ്മദ് ഖാൻ, അലിഗഡ്, സെയ്യിദ് അലി, അലിഗഡ്. ഓക്കെ, സെയ്യിദ് അലി എന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ അലിഗഡ് പ്രസ്ഥാനം സർ സെയ്യിദ് അഹമ്മദ് ഖാൻ. സർ സെയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. ആത്മാറാം പാണ്ഡുരംഗ്. അത് നമുക്ക് എങ്ങനെ ആലോചിക്കാം? നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? നമ്മൾ വെറുതെ ദൈവമേ കുമാരാകണേ എന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ പ്രാർത്ഥിക്കാറില്ലല്ലോ. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് അല്ലെ. ആത്മാർത്ഥമായിട്ട് ദൈവത്തിനോട് കാര്യങ്ങൾ പറയും അല്ലേ. ആത്മാർത്ഥമായിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ പ്രാർത്ഥനാ സമാജം ആത്മാർത്ഥമായി എന്ന് ആലോചിച്ച ആത്മാറാം പാണ്ഡുരംഗ്. കിട്ടിയോ? അപ്പൊ പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം. ഇനി കിട്ടുവേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാന്ന് മാത്രം ആലോചിച്ചാൽ മതി. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം എന്ന് കണ്ട ആലോചിച്ചോ. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പൊ ആത്മാറാം പാണ്ഡുരംഗ് അത് കിട്ടി. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി ആരാണ്? ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. ഓക്കെ, ആനി ബസന്റ് ആണ് കേട്ടോ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ആരാണ്? ആനി ബസന്റ്. നമ്മുടെ INC അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. എന്നാൽ INC അധ്യക്ഷയായ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദ്യം വന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നാൽ സരോജിനി നായിഡു ആണ്. അപ്പൊ ആനി ബസന്റ് ആണ് ആദ്യ വനിതാ അധ്യക്ഷ. എന്നാൽ ആദ്യ ഇന്ത്യൻ വനിതാ അധ്യക്ഷ ആരെന്ന് ചോദ്യം വന്നാൽ സരോജിനി നായിഡു. ആനി ബസന്റ് അധ്യക്ഷയായ വർഷം 1917 സരോജിനി നായിഡു 1925. ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. കിട്ടിയ ആനി ബസന്റ് ആണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. ഹിതകാരിണി സമാജം. ഹിതകാരിണി. ഹിതകാരിണി സമാജം വീരേശലിംഗം. ഓക്കെ, വീരേശലിംഗമാണ് ഹിതകാരിണി സമാജത്തിന്റെ സ്ഥാപകൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം. ഹിതകാരിണി സമാജം വീരേശലിംഗം. ഹിതകാരിണി സമാജം വീരേശലിംഗം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. പിന്നെ ഏതാണ്? അലിഗഡ് സൊസൈറ്റി. അലിഗഡ് സൊസൈറ്റി സർ സെയ്യിദ് അഹമ്മദ് ഖാൻ. ഇത്ര കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അടുത്തത് ഏതാണ്? ഹിതകാരിണി സമാജം പഠിച്ചോ. വീരേശലിംഗമാണ്. ഓക്കെ, സത്യശോധക് സമാജ്. സത്യശോധക് അതാരാണ്? ജ്യോതിബ ഫൂലെ. ഓക്കെ, ജ്യോതിബ ഫൂലെ. ഓക്കെ, ജ്യോതിബ ഫൂലെയാണ്
सत्यशोधक समाज, सत्यशोधक समाज ज्योतिबा फूले. ओके, സത്യശോധക് സമാജ് ജ്യോതിബ ഫൂലെ. ആരെങ്കിലും നമ്മളോട് നുണയൊക്കെ പറഞ്ഞു നമ്മൾ എന്ത് പറയും? സത്യം പറയടാ ഫൂലെ എന്ന് പറയും അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് ആലോചിച്ചാൽ സത്യശോധക് ഫൂലെ. ഓക്കെ, ഫൂലെ, സത്യം പറയടാ ഫൂലെ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്താണ്? സത്യശോധക് സമാജ് ജ്യോതിബ ഫൂലെ. ജ്യോതിബ ഫൂലെയാണ് സത്യശോധക് സമാജ്. സത്യശോധക്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ എന്താണ്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആരാണ്? ആനി ബസന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ആണ്. അലിഗഡ് സൊസൈറ്റി ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ആദ്യം ആര്യ സമാജം നമ്മൾ പഠിച്ചു അല്ലെ? ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ഓക്കെ, തിയോസഫിക്കൽ സൊസൈറ്റി നമ്മൾ പഠിച്ചു, ആനി ബസന്റ് ആണ്. ഹിതകാരിണി സമാജം ആരാണ്? ഹിതകാരിണി സമാജം വീരേശലിംഗം. ഹിതകാരിണി സമാജം വീരേശലിംഗം. ഇനി സ്വാഭിമാന പ്രസ്ഥാനം, സ്വാഭിമാന പ്രസ്ഥാനം ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ. ഈ പേര് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇ വി രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ഇ വി രാമസ്വാമി നായ്ക്കർ. വേറെ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടോ ഇ വി രാമസ്വാമി നായ്ക്കർ? സ്വാഭിമാന പ്രസ്ഥാനമല്ലാതെ വൈക്കം സത്യാഗ്രഹവുമായിട്ടൊരു ബന്ധമല്ലേ? വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാ? വൈക്കം ഹീറോ നായ്ക്കറാണല്ലേ? വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതും വൈക്കം വീരൻ എന്നറിയപ്പെടുന്നതൊക്കെ ആരാന്ന് ചോദ്യം വന്ന ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ പെരിയോൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്ന ഇ വി രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹം എപ്പോഴാണ് നടന്നത്? 1924 ആണ്. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ടി കെ മാധവനാണ്. പഠിച്ചു വെക്കണേ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്നാൽ അത് പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടന്റ് ആണ്. മന്നത്ത് പത്മനാഭനാണ്. സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. എന്താണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദ്യം വന്നാൽ മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. അദ്ദേഹമാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്നത്. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും മന്നത്ത് പത്മനാഭനാണ്. ആരാണ് കേരള മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ സർദാർ കെ എം പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും സർദാർ കെ എം പണിക്കരാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കർ. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആണോ? ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ച ഇത്രയും പ്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ആണ് നമ്മൾ പഠിച്ചു. പ്രാർത്ഥന, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആത്മാറാം പാണ്ഡുരംഗാണ് അല്ലേ? ആത്മാറാം പാണ്ഡുരംഗാണ്. എല്ലാതും ഒന്നും ഓർമ്മ കിട്ടുന്നില്ലേ? എല്ലാതും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഓർമ്മ കിട്ടും. അപ്പോൾ ഇന്ന് പഠിച്ച ഇത്ര കാര്യങ്ങൾ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടില്ലേ? കുറച്ചൊക്കെ കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടായാലും നമ്മൾ പഠിപ്പിച്ചുള്ളിൽ കയറ്റി വിട്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇനി എക്സ്ട്രാ പറയുന്ന കാര്യങ്ങളാണ്, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ വിട്ട് കളയരുത്. എക്സ്ട്രാ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയതേ ഞാൻ പറയൂ. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്ന പോലും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഭാഗമായിട്ട് കണക്ഷൻ ഉണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരുന്നത്. ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ പോരെ, ഇതുമായി ബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങളുണ്ടാവും. എന്തൊക്കെ പഠിക്കാണ്ടോ അതൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളെ വില കുറച്ച് കാണരുത്. ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളാണ്, അത് സമയം പോകുന്നതെന്നൊന്നും വിചാരിക്കരുത്. മണ്ടത്തരാണ് ഈ ആലോചിക്കുന്നത്. ബന്ധപ്പെടുത്തി പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടല്ലേ ക്ലാസ് എടുക്കുന്നത്? ഇതിനെപ്പറ്റി മാത്രം പഠിച്ചാൽ പോരെ, അത് മാത്രം പഠിച്ചിട്ട് അവിടെ ഇരുന്നാൽ പോരെ. എന്തിനാ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങൾ, ഒരു ടോപ്പിക്കുകൾ ഒരുപാട് കൊടുത്തിരിക്കുന്നത് എന്തിനാ? കുറച്ച് കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് പേരെഴുതി കൊടുത്താൽ പോരെ. അങ്ങനെ അല്ലല്ലോ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ കേരള ചരിത്രം എന്ന് കൊടുക്കും അല്ലേ? ചരിത്ര സ്രോതസ്സുകൾ എന്ന് കൊടുക്കും. ഇതൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നേരെ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. സാമാന്യ ബോധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ പലരും ആവശ്യപ്പെട്ടതാണ് നമ്മൾ മോട്ടിവേഷൻ പല ക്ലാസ്സുകളുടെയും മുമ്പിൽ വെക്കുന്നത്. ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്, സാർ ഒന്ന് മോട്ടിവേഷൻ എന്താ, സാറ് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് ബൂസ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് മോട്ടിവേഷൻ വെച്ചത്. മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെച്ചത്. നിങ്ങളുടെ എക്സാമിന് മുമ്പ് എല്ലാം തികഞ്ഞവരാവില്ല പലരും. ഒരു കമന്റ് ഇടുന്ന എല്ലാം തികഞ്ഞ ആളുകളാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ മോട്ടിവേഷൻ ആവശ്യമുള്ള കുറച്ചൊക്കെ ഒന്ന് ബൂസ്റ്റ് ആവേണ്ട ആളുകളുണ്ട്. തീരെ സപ്പോർട്ട് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഒരു സപ്പോർട്ടും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മളൊക്കെ ബഹുമാനിച്ച് പോകുന്നുണ്ട്. കാരണം ആരുടെ സപ്പോർട്ടും ഇല്ലാതെ രാത്രി ഉറക്കമൊഴിച്ച് ആരും കാണാതിരുന്ന് പഠിക്കുന്നവരായിട്ട് അത് കേട്ട ശരിക്കും സങ്കടം തോന്നിപ്പോകും. കാരണം ഇങ്ങനെയൊന്നും നമുക്ക് അവസ്ഥ വന്നിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്ന ഈ ഇപ്പോൾ മോട്ടിവേഷന് വേണ്ടി കുറച്ച് സമയം പോകുമ്പോൾ ഞങ്ങളുടെ സമയം കളയല്ലേ, വേഗം ക്ലാസ്സിലേക്ക് കിടക്കുന്നൊക്കെ പറയുന്ന ആളുകൾ ബോധമല്ലാണ്ട് പറയുന്നത്. സത്യമായിട്ടും അവരെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറയല്ല എന്ന് ഞാൻ പറയില്ല, നിങ്ങളെ ഉദ്ദേശിച്ചിട്ട് തന്നെ പറഞ്ഞു. കാരണം എല്ലാവരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്.
പലരുടെയും ചിലപ്പോൾ ഒന്ന് കൈത്താങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എത്തേണ്ട ആളുകളുണ്ടാവും. ചിലപ്പോൾ ആദ്യ റാങ്കുകളിലൊക്കെ അവർ വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ അത്രയും കഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെ ഇടയിൽ അവർക്കൊരു എനർജി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് ഞാൻ പറഞ്ഞു കൊടുക്കണമെന്നില്ല, ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്നാൽ കഴിയുന്നത് ഞാൻ എന്തായാലും ചെയ്യും, അത് ഞാൻ ഒരു കുറവും വരുത്തില്ല. ഓക്കെ, അത് മോട്ടിവേഷൻ കൊടുക്കുന്ന കാര്യത്തിലായാലും ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അറിയാം, ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഞാൻ അവർക്ക് ഓരോരുത്തരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും. ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്തോ ആവശ്യപ്പെടാം, മീൻസ് അവർക്ക് ഇപ്പോൾ പഠനത്തിൻ്റെ രീതി ശരിയല്ല എന്ന് തോന്നി അവർ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ പഠനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്, അപ്പോൾ അതിനൊരു ചെറിയ മാറ്റം വരുത്തിയൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കാണാൻ കഴിയും. ഓരോന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കും. പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജുകൾ വരാറുണ്ട്, അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ മോട്ടിവേഷൻ ആവശ്യമാണ്. മോട്ടിവേഷനായിട്ട് നമ്മൾ പ്രത്യേക ഒരു സെഷൻ വെക്കാനൊന്നും പാടില്ല, ഇതിന് വെറുതെ സമയങ്ങളെന്ന് അങ്ങനെ തോന്നിപ്പോകും ചിലപ്പോൾ. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിലൂടെ നിങ്ങൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവുന്നൊക്കെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു ഉള്ളിലൊരു സുഖം കിട്ടും അവർക്ക്. കാരണം അവർക്കൊന്നും സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ല. അവരെ പറ്റിയിട്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ്. നമ്മളെ പറ്റി മാത്രം ചിന്തിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരെയും സഹായിക്കാൻ ഒരു മെൻറ്റാലിറ്റി കാട്ടിക്കഴിഞ്ഞാലേ നമ്മളും വളരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒപ്പമുള്ള ആളുകളെ സഹായിച്ച് പഠിക്കും. അപ്പോൾ അവർക്കതൊരു ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്കത് ഉപകരിച്ചോട്ടെ. നിങ്ങൾക്ക് ഈ ആദ്യത്തെ മോട്ടിവേഷൻ ക്ലാസ് മീൻസ് മോട്ടിവേഷനായിട്ട് നമ്മളൊരു ഭാഗം വെക്കുമ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാലോ. സാമാന്യ ബോധമില്ലാത്ത ആളുകളല്ലല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്ത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബ് ഇതുവരെ കാണാത്തതോ അല്ലെങ്കിൽ ആദ്യമായിട്ട് നേരെ വരുന്നത് PSCയുടെ ക്ലാസ്സിലേക്കാണ് യൂട്യൂബ് കാണാനുള്ള ആളുകളൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ആളുകളെ സ്കിപ്പ് ചെയ്ത് കളയും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല. ഇത് എല്ലാവർക്കും എല്ലാവരും എന്തായാലും മോട്ടിവേഷൻ കണ്ടു കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ മോട്ടിവേഷൻ ആവശ്യമുള്ള അത്രയും ആളുകളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ മോട്ടിവേഷൻ വെക്കുന്നത്. അതുപോലെ തന്നെ ബോധമില്ലാത്ത ഈ ലോജിക്കില്ലാത്ത ചിന്തിക്കുന്ന കുറച്ച് ആളുകളാണ് ഇതുമായി ബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങൾ സാർ എങ്ങനെ പറഞ്ഞു പോയി സമയം കളയല്ലേ, വേഗം സിലബസിലേക്ക് അല്ല ടോപ്പിക്കിലേക്ക് കടക്ക് പറയും. അത് അന്തല്ലാത്തൊരു ഇതാണ്. കാരണം നിങ്ങൾക്ക് ഈ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതാണ്, PSCയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ പറയാറില്ല, എൻ്റെ വീട്ടിൽ എത്ര റൂം ഉണ്ടെന്ന് പറയാറില്ല, എൻ്റെ വീട്ടിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് ഞാൻ പറയാറില്ല. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ചില ആളുകളുടെ കമൻറ്റ് കാണുമ്പോൾ തോന്നും ഇവർക്ക് എത്ര ബോധമല്ലാണ്ടായെന്ന് തോന്നും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. അത്രയും നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, സത്യമായിട്ട് ഉള്ളുകൊണ്ട് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഈ LGSൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴും പിന്നെ ഓരോ ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ എക്സാമിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയി എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഉള്ളിൽ സന്തോഷം കയറും. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും സന്തോഷം ഉണ്ടാവും. ഞാൻ കാരണം ഒരാൾക്കൊരു ഉപകാരം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത്ര സന്തോഷമാണ് എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റുന്ന അത്രയും ഞാൻ ചെയ്യും. അത് ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചു ചോദിക്കുമ്പോൾ ഞാൻ ഓരോന്നും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി അത്രയും എനിക്ക് താല്പര്യമുണ്ട്. ഓരോ ആളുകളും റാങ്ക് ലിസ്റ്റിൽ കയറണം അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടി പറ്റുന്ന അത്രയും ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ ഞാൻ പറഞ്ഞായിരുന്നു ഫോക്കസ് ചെയ്യുന്നത് അധികം ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകളാണ്. ഈ ജോലിക്കിടയിൽ പഠിക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരും എന്തൊക്കെ കഷ്ടപ്പാടിനിടയിലാണ് പഠിക്കുന്നത്. ഇതൊന്നും അറിയാതെ പഠനത്തിന് മാത്രം സമയം ലഭിക്കുന്ന ആളുകളുണ്ട്. അത് അവർക്കുള്ളൊരു ഒരു അനുഗ്രഹമാണ് അവർക്ക് ആ സമയം. പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഈ ആളുകളുള്ളത് അവർക്കൊരു അനുഗ്രഹമാണ്. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ അറിയാത്തത് കൊണ്ടാണ് ഇത് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകളുടെ കഥ എനിക്കറിയാം. ഒരുപാട് ആളുകൾ ഇപ്പോൾ സഹിക്കുന്ന വേദന ഞാൻ അറിയുന്നുണ്ട്. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, സാർ എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, ആരും അറിഞ്ഞിട്ടൊന്നുമില്ല, അറിയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പല കഷ്ടപ്പാടിലൂടെയും പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ നല്ല രീതിയിൽ ഉപകരിക്കും. ഈ എക്സ്ട്രാ പറയുന്ന ഓരോ ടോപ്പിക്കും അത് ഞാൻ ഇപ്പോഴും പറയാം, അത് ഇവർക്ക് മാത്രമല്ല അത് എല്ലാവർക്കും നിങ്ങൾക്ക് ഉപകരിക്കും. കാരണം ഏത് ഭാഗത്തു നിന്ന് ചോദ്യം വരുന്നതല്ല, അതിനാണ് കണക്ഷൻ വെച്ച് എന്തൊക്കെ ഓർമ്മ വരുന്നു അതൊക്കെ കൊണ്ടിട്ട് വരുന്നത് അതിനാണ്. അത്രയും നിങ്ങൾക്ക് കണക്ഷൻ വെച്ച് പറഞ്ഞു തന്നാൽ ഒരു മാർക്കും പോകാത്ത രീതിയിൽ ഇനിയിപ്പോൾ അത് പറയാൻ വിട്ടുപോയോ ഇത് അതിൽ നിന്ന് ചോദ്യം വന്നു എനിക്കൊരു സങ്കടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കണക്ഷനും വെച്ച് ഞാൻ പറയുന്നത്. അഥവാ നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദ്യം വന്നിട്ട് അയ്യോ ഞാൻ അത് പറയാൻ വിട്ടുപോയില്ല, ആ ക്ലാസ്സിൽ എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞാൽ മതി എന്ന് ആലോചിച്ച് ചിലപ്പോൾ ഞാൻ സങ്കടപ്പെടും. അതിനോട് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് PSCയിൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഭാഗങ്ങൾ ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരുന്നുണ്ട്. അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ചിൽ വാട്സപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എക്സാമുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതിൻ്റെ എക്സാം നിങ്ങൾക്ക് നടക്കും. ഓക്കെ, അപ്പോൾ ഈ എക്സാമുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ നല്ല രീതിയിൽ കാണുക. ഈ എക്സാമിന് നമ്മൾ തരുന്ന മോട്ടിവേഷൻ മീൻസ് എക്സാമിന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് നല്ല രീതിയിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യും. എനിക്കറിയാം അത് താങ്ങി നിർത്താൻ ഒരാളിൽ നല്ലതാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അത് ഒരാളുടെ കാര്യം മാത്രമല്ല, എനിക്കും ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു സപ്പോർട്ടിന് ഒരാൾ വേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും സഹായത്തിന് ഒരാൾ വേണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ ഞാനിപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 2-ാം തീയതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൽ ഒരുപാട് ആളുകളുടെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. സാറിൻ്റെ വോയിസും അതുപോലെ തന്നെ
നമ്മുടെ മീറ്റിംഗും അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇതുവരെ ഞാൻ എഴുതിയ എക്സാം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും പേടിയില്ലാതെ ഏറ്റവും കൂളായിട്ട് എഴുതിയ എക്സാം ആണെന്ന് നല്ല രീതിയിൽ സത്യം പറയല്ലോ മനസ്സിന് കുളിര് കയറി ആ മെസ്സേജുകൾ കണ്ടപ്പോൾ. കാരണം അവർക്കൊക്കെ അത് ഉപകരിക്കണം, അത്രയും ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അവർ ടെൻഷൻ അടിക്കാതെ നല്ല രീതിയിൽ, ടെൻഷൻ അടിച്ച് ഒരുപാട് കാര്യങ്ങൾ തെറ്റിക്കുന്ന ആളുകളുടെ, അവർക്ക് ടെൻഷൻ അടിക്കാതെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റണം, നല്ല ധൈര്യത്തോടു കൂടി നല്ല കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ ലോജിക്കുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് സാമാന്യ ബോധത്തിൽ ചിന്തിക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാം, കാരണം അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം, അങ്ങനെ നിങ്ങൾ ആലോചിച്ച് എഴുതി പോകും. ഓക്കെ, അപ്പോൾ ഓരോ എക്സാമിനും നിങ്ങൾക്ക് ടെൻഷൻ കുറക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ എക്സാമിനും വേണ്ട ടിപ്സും എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇത്രയും ചെറിയ ഫീസ് നിങ്ങൾക്ക് മാറ്റി വെച്ച് പഠിക്കാൻ പറ്റും. അത്ര ചെറിയ ഫീസ് ആക്കിയത് മെയിനായിട്ട് ഇങ്ങനത്തെ ആളുകളായതുകൊണ്ടാണ്. അധികം വീട്ടമ്മമാരും അതുപോലെ തന്നെ ജോലിക്കടയിൽ പഠിക്കുന്ന ആളുകളാണ്. ഇവർക്ക് ഈ ചെറിയ ഫീസ് മാറ്റി വെച്ച് ചെറിയ സമയം കൊണ്ട് എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ നേടാന്ന് ഒരു ടെക്നിക്ക് ഞാൻ പ്രയോഗിച്ച് നോക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പറ്റും. പിന്നെ ഓരോ എക്സാം എടുക്കുമ്പോഴും ആ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങും. ഇനി വരുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്, VFA വരുന്നുണ്ട്. അങ്ങനെ ഓരോ എക്സാം എടുക്കുമ്പോഴും അതിന് വേണ്ട ഹോട്ട് ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും നോക്കിയിട്ട് പോകേണ്ട ഭാഗങ്ങളും ഒക്കെ ഞാൻ റിവിഷൻ ചെയ്ത് തരും. റിവിഷൻ എക്സാമുകൾ നമ്മൾ നടത്തും. എക്സാമിലേക്ക് നിങ്ങളെ ഞാൻ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത് പിന്നെയും ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ കാര്യം പറയുന്നത്, ഓഗസ്റ്റ് 10 നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഈ തുടക്കം കിട്ടാതെ ഇടയിൽ കയറി വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇതിപ്പോൾ എന്ത് പറ്റി, എന്താ ഇങ്ങനെ തുടങ്ങിപ്പോയത്, അവിടെ ഇവിടെയും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വല്ലവരും തരുന്നത് പോലെ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊക്കെ അങ്ങോട്ട് നിങ്ങൾ കണ്ടോളൂ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് ദിവസം കുറച്ച് കാര്യങ്ങളെ ഞാൻ പഠിക്കാൻ തരുള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നോട്ടാക്കിയിട്ട് മാത്രം തരാനല്ല. ഇപ്പോൾ ഫീസ് കുറഞ്ഞതുകൊണ്ട് ജസ്റ്റ് നോട്ട് മാത്രമാവുമോ തരുന്നുണ്ടാവുക എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഒരിക്കലും അല്ല. ഫീസ് കുറവിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. ഫീസ് കുറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ 2 ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ പലരും ചോദിച്ചു, സാർ ആൻസർ കീൻ്റെ ഡിസ്കഷൻ എന്തുകൊണ്ടാണ് ഇടാതിരുന്നത് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള വർക്കിലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മീൻസ് ഒരു ബോർഡിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും എന്താണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വർക്കിലായിരുന്നു. നമുക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടണം അതിൽ നിന്ന്. അപ്പോൾ അതിന് പറ്റുന്ന അത്രയും വർക്കുകൾ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓഗസ്റ്റ് 10 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓഗസ്റ്റ് 10 ആദ്യം നമ്മുടെ ബാച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്ത്, പിന്നെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ബാച്ചിൽ മീറ്റിംഗ് വെക്കും. മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി അറിയിക്കും. പലരുടെയും പ്രോബ്ലംസ് എനിക്ക് അറിയണം, ആ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മീറ്റിംഗ് വെക്കും. മീറ്റിംഗ് പറഞ്ഞാൽ ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല മീറ്റിംഗ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയണം, അത് കേട്ട് ഞാൻ വായിച്ചിട്ട് അതിനുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് തരണം. അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ മീറ്റിംഗ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതല്ല, നിങ്ങൾക്ക് മാത്രം പറഞ്ഞു തരാണെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നാൽ പോരെ, മീറ്റിംഗ് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എക്സാം ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക, നല്ല കോൺഫിഡൻസോട് കൂടി അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. ഓക്കെ, എക്സാം എനിക്ക് ടഫായി, അതുകൊണ്ട് ഞാൻ മാത്രം തോറ്റു നാലേക്കണ്ട. എക്സാം നിങ്ങൾക്ക് ടഫാണെങ്കിൽ അത് എല്ലാവർക്കും ടഫാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയല്ലേ പോയി അറ്റൻഡ് ചെയ്ത്. നിങ്ങൾക്ക് എക്സാം ടഫായെങ്കിൽ ആലോചിച്ചു, ആവറേജ് എല്ലാവർക്കും അത് ടഫാണ്. അപ്പോൾ എല്ലാവർക്കും ടഫായിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല. സ്വന്തം കാര്യം മാത്രം നെഗറ്റീവ് ആവരുത്, എല്ലാവർക്കും ടഫായിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ മാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കാം. അങ്ങനെ ഒരു ഹോപ്പ് കൊടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും പഠനം നിർത്തരുത്. നിങ്ങൾ അപ്പോയിൻമെന്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടാതെ നിങ്ങൾ ഒരിക്കലും പഠനം നിർത്തരുത്. ഓക്കെ, അപ്പോൾ അതുവരെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് എക്സാം കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ ആദ്യത്തെ 100 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടെങ്കിലും പഠനം നിർത്തരുത്. ആദ്യത്തെ 10 റാങ്കിൽ വരാനുള്ള അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോയിൻമെന്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടി PSCയിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടരണം. ചിലപ്പോൾ ഈ ലിസ്റ്റിൽ എന്തെങ്കിലും ഒരു അക്കിടി പറ്റിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ ലിസ്റ്റ് കട്ടായി പോകും, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റിന് ഒരു പ്രോബ്ലം വന്നാൽ പഠനത്തിന് നല്ലൊരു ഗ്യാപ്പ് വരും. ഒരിക്കലും നിങ്ങൾ നിർത്തരുത്. അത് ലിസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം ഞാൻ പറയുന്നതല്ല, ചിലപ്പോൾ ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ആദ്യം കിട്ടിയ ജോലിയേക്കാൾ നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ ഒരിക്കലും പഠനം നിർത്തരുത്. ഓക്കെ, അത് എത്ര എക്സാമുകൾ കഴിഞ്ഞാലും ഈ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസമാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെയും പഠനത്തിലേക്ക് കിടക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ഈ PSCയോട് നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെ അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാമുകളും നല്ല ഇഷ്ടമായി തുടങ്ങും. ആ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിനെ നിങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ട് പഠിച്ചു നോക്കുക. നിങ്ങൾക്കിത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഈ അപ്പോയിൻമെന്റ് ലെറ്റർ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. നാട്ടുകാർ ഇത്രയും ആളുകൾ ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടാവും, PSC പഠിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അവരുടെ മുമ്പ് കൂടെ ഒന്ന് നടന്നു പോകുന്നതിനെ പറ്റി ചിന്തിക്കുക. അവർക്ക് മറുപടി കൊടുക്കാനോ അവരോട് തിരിച്ച് സംസാരിക്കാനോ നിൽക്കരുത്. ഇങ്ങനത്തെ ആളുകൾ കളിയാക്കുമ്പോഴോ അവർക്ക് മറുപടി കൊടുക്കുന്നത് നമ്മുടെ ജോലിയിലൂടെ ആവണം, നമ്മൾ നേടുന്നതിലൂടെയാണ്. നമ്മുടെ ലക്ഷ്യം നമ്മൾ നേടിക്കഴിഞ്ഞിട്ടേ അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. മറുപടി പോയി കൊടുക്കല്ല, നമ്മളുടെ ലക്ഷ്യം നമ്മൾ നേടുന്നതാണ് അവർക്കുള്ള മറുപടി. അപ്പോൾ അത് കൊടുക്കാൻ ശ്രമിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ, എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ അടിവേരി എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ തകർന്നു പോയിക്കൊണ്ടിരിക്കും, പൈസയുടെ പ്രശ്നമായാലും പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ എനിക്കൊന്ന് പിടിച്ചു നിർത്താൻ എന്നെക്കൊണ്ട് സാധിക്കും. അതിനെപ്പറ്റി ചിന്തിക്കുക. ഈ അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിയ എൻ്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയൊക്കെ എത്ര ഹാപ്പിയാവും, മക്കളൊക്കെ എത്ര ഹാപ്പിയാവും എന്നതിനെ പറ്റി ചിന്തിക്കുക.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കും. പലരും പല ജോലിക്കൊക്കെ ഇടയിലാണ്, ജോലിക്കിടയിലൊക്കെ ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടും, എനിക്കൊന്നും കിട്ടില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ജോലിക്കിടയിലും നിങ്ങൾ പഠിക്കേണ്ട രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് തന്നെ കാണാൻ സാധിക്കും. ഇപ്പം തന്നെ നമ്മൾ റിവിഷൻ ക്ലാസ് മാത്രമാണ് നമ്മുടെ ഗ്രൂപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, എന്നിട്ടും പല ആളുകൾക്കും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ബാച്ച് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെറുതെ നിങ്ങൾക്ക് വീഡിയോസ് കൊടുന്നു, കുറേ വീഡിയോസ് കൊടുത്തിട്ടാണ് കൊട്ടി തന്ന് ഇതൊക്കെ നിങ്ങൾ കണ്ടു തീർത്തോളൂ, എന്നിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറയല്ല. ഓരോ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യും, നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും, അതിനാണ് മീറ്റിങ്ങുകളൊക്കെ വെക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു ജനറൽ ബാച്ചാണ്, ഓരോ എക്സാം എടുക്കുമ്പോഴും അതിലേക്ക് നമ്മൾ ബൂസ്റ്റ് ആവുന്ന രീതിയിൽ ആ രീതിയിലാണ് നമ്മുടെ ബാച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് അയക്കുക, ഞാൻ ഡീറ്റെയിൽസ് വേഗം ഷെയർ ചെയ്ത് തരാം. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മീൻസ് നമ്മൾ ബാച്ച് ആരംഭിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കേണ്ട കുറച്ച് ബേസ് പോലും കിട്ടില്ല. പലരും ചിലപ്പോൾ തുടക്കക്കാരാവും, ചിലർക്ക് ചില ബേസ് അറിയുക പോലുമില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്, ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. ഓരോ അഭിപ്രായങ്ങളും ഞാൻ വായിക്കുന്നതിൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ അഭിപ്രായങ്ങൾക്കും ആദ്യം തന്നെ നിങ്ങളോട് നന്ദി പറയട്ടെ, നല്ല നന്ദിയുണ്ട്. മീൻസ് നിങ്ങൾ ജസ്റ്റ് ഇത് കണ്ടുപോയിട്ട്, പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കണ്ടുപോകും, അടുത്ത ക്ലാസ് വരുമ്പോൾ അടുത്ത ക്ലാസ് കാണാം, അങ്ങനെ പോകുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഇടയിൽ ഒരു കമൻറ്റ് ഇടാനാണെങ്കിൽ ഒരു 10 സെക്കൻഡെങ്കിലും മാറ്റി വെക്കുന്ന ആളുകളുണ്ട്. അവരോടാണ് ഞാൻ നന്ദി പറയുന്നത്. കാരണം നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്കിത് ചെയ്തു തരാനും നല്ലൊരു പ്രചോദനമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്